ഈ കുട്ടികളിലുള്ള ബാക്ക് പെയിൻ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോർത്ത് പുറകെ ഒരു രണ്ട് കുട്ടികൾ വരുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ പോസ്ചറലായിട്ടുള്ള ഇഷ്യൂ കൊണ്ട് വരുന്ന ബാക്ക് പെയിൻ ആണ്. അത് ബാക്ക് പെയിൻ എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ അവർക്ക് പെയിന് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ഒരു ഡിസ്കംഫേർട്ട് ആണ് ആദ്യം ഫീൽ ചെയ്യുന്നത്. ഡിസ്കംഫേർട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മസിൽ ഇംബാലൻസ് വിസിബിൾ ആണ്. മസിൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് കൂടുതലും സമയം സോഫയിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന് ഗെയിം കളിക്കുക, അതുപോലെ തന്നെ ഇരുന്ന് TV കാണുക. ഇങ്ങനെ വരുന്ന ഒരു പാറ്റേണിന് ഈ പറഞ്ഞ പോലെ മസിൽ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ആ ഒരു ടീനേജ് പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽ ഡെവലപ്മെന്റ്സും ബോൺ ഡെവലപ്മെന്റ്സും നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പുറമേ ഇറങ്ങി കളിക്കുന്ന ആക്ടിവിറ്റീസിന് ഉപരി ഇതുപോലുള്ള ഗെയിംസ് റോങ് പോസ്റ്റേഴ്സിൽ ഇരുന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബാക്ക് പെയിൻ ആണ് ഇപ്പൊ കൂടുതലും ടീനേജേഴ്സിൽ വരുന്നത്. ഇത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം പ്രിവെന്റ് ചെയ്യണം. റോങ് പോസ്റ്റേഴ്സ് കാണുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കുട്ടികളിലാണെന്നുണ്ടെങ്കിലും പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ TV കാണുമ്പോഴാണെങ്കിലും ഗെയിം കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിൽ മാത്രം ചെയ്യിക്കാം. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്യാം. ഓക്കെ.